ഖുർആൻ പരിഭാഷ ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് ചിന്തിക്കുന്നത് അവൻ ട്രാൻസ്ലേഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ആൾ ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അയാൾ മനസ്സിലാക്കിയ ആ വാചകത്തെക്കുറിച്ചാണ് പിന്നെ തദബ്ബുർ ചെയ്യുന്നത്. ഖുർആനെ കുറിച്ച് തദബ്ബുർ ചെയ്തെന്ന് പറയാൻ സാധിക്കില്ല അത് പൂർണ്ണാർത്ഥത്തിൽ. അതുകൊണ്ട് ഖുർആൻ അറബി ഭാഷയിൽ തന്നെ മനസ്സിലാക്കണം. അറബി ഭാഷ മനസ്സിലാക്കിയവനാണ് ഖുർആൻ മനസ്സിലാക്കുന്നത്, അല്ലാത്തവൻ ഖുർആൻ പരിഭാഷയാണ് മനസ്സിലാക്കുന്നത്. അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഖുർആൻ പരിഭാഷ മനുഷ്യൻ്റെ കലാമാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് അറബി പഠിക്കുക എന്നുള്ളത് അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഇതാണ്, നമുക്ക് ഖുർആൻ ആസ്വദിക്കാൻ സാധിക്കണം പൂർണ്ണാർത്ഥത്തിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിനുള്ള നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. പിന്നെ എന്തെങ്കിലും നിയമം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അതുകൊണ്ട് പഠനം അവസാനിപ്പിക്കരുത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമായി തോന്നുന്നത് ഇനി വരാനുണ്ടാകും. ചിലപ്പോൾ നമുക്ക് പ്രയാസമായി തോന്നിയ ഈ കാര്യത്തിന് പ്രാക്ടിക്കലായി യാതൊരു ഉപയോഗമില്ലാത്ത കാര്യമായിരിക്കും, നമുക്ക് ഉപകാരപ്പെടാത്ത, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും വലിയ തടസ്സമാകാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് പരമാവധി അറബി ഭാഷ പഠിക്കാൻ പരിശ്രമിക്കുക. ഇവിടെ ആയാലും മറ്റ് ക്ലാസ്സുകളിലായാലും നമുക്ക് കഴിയുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ കൂടെ പദങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? അറബി പദങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ വായിക്കുന്ന പുസ്തകം എടുത്ത് വായിക്കുക, മദ്രസയിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ. അതുപോലെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു മാർഗ്ഗമാണ് ഖുർആൻ പരിഭാഷകൾ ഉപയോഗിക്കുക. എങ്ങനെയാണ് ഖുർആൻ പരിഭാഷ ഉപയോഗിക്കുക? ഖുർആൻ്റെ വാക്കർത്ഥമുള്ള പരിഭാഷകൾ, പൂർണ്ണ സെൻറ്റൻസ് ആയിട്ടുള്ള പരിഭാഷയല്ല, വാക്കർത്ഥമുള്ള പരിഭാഷ എടുക്കുക. എന്നിട്ട് ആ വാക്കിൻ്റെ അർത്ഥം നോക്കുക. എന്നിട്ട് ആയത്ത് ഈ പരിഭാഷ ഇല്ലാതെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ദിവസം ഒരു പേജ് ഖുർആൻ വായിച്ചാൽ കുറേ വാക്കുകൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അറബി പദങ്ങൾ പരമാവധി മനസ്സിലാക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറബി ഭാഷ മനസ്സിലാക്കാനും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.